ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ദുഷ്ടൻ്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ഉള്ള ദുഷ്ടൻ്റെ എല്ലാ ആക്രമങ്ങളെയും കർത്താവ് തകർത്തിരിക്കുന്നു. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ ഇടപഴകുന്ന മേഖലകളിൽ നിങ്ങളുടെ അധ്വാന ഫലം അവകാശപ്പെടുത്താൻ അനുവദിക്കാത്ത ദുഷ്ടൻ്റെ ദണ്ഡ് കർത്താവ് തകർത്തെറിയുന്നു. നിങ്ങൾക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികളെ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ തകർക്കപ്പെടുന്നു. നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ ഭവനത്തിനെതിരെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ, ജീവിത പങ്കാളിക്കെതിരെ, നിങ്ങളുടെ വരുമാനത്തിനെതിരെ, നിങ്ങളുടെ ബിസിനസ്സിനെതിരെ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ കർത്താവായ ദൈവം തൻ്റെ അത്ഭുത ശക്തിയാൽ തകർക്കുന്നു. കർത്താവ് എല്ലാറ്റിലും ഉന്നതനായ ദൈവമാണ്. അവിടുന്ന് ഇമ്മാനുവേലായ ദൈവമാണ്. ഈ രാത്രിയിൽ നമ്മോടൊപ്പം കർത്താവ് ഉണ്ട്. നാം ഭയപ്പെടേണ്ട. നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങൾ വിദേശത്തായിരിക്കുന്നവരോടൊപ്പം, ദൂരെ ആയിരിക്കുന്നവരോടൊപ്പം നമ്മുടെ കർത്താവായ ദൈവമുണ്ട്. അതിനാൽ ഈ രാത്രിയിൽ ഒന്നും ഭയപ്പെടാനില്ല. വിശ്വസിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശക്തനായ ദൈവം നിങ്ങൾക്ക് തുണയുണ്ട്. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാം മറന്ന് നല്ലൊരു ഉറക്കം നൽകണമേ. എല്ലാ ഭയവും നിരാശയും മറന്ന് നല്ല ഒരു ഉറക്കം ഈ രാത്രിയിൽ നൽകണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടാകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന് യാക്കോബിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും. വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിൻ്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിൻ്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും: മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി, അവൻ്റെ ഔദത്യം എങ്ങനെ നിലച്ചു. കർത്താവ് ദുഷ്ടൻ്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു. കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദനഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇത്രമാത്രം ഞങ്ങളെ കരുതുകയും ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവുമായ ദൈവമേ, ഇന്നുവരെയുള്ള ഞങ്ങളുടെ സഹനങ്ങൾക്ക് ഒരന്ത്യമുണ്ടാകാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ പീഡിപ്പിച്ചവർ, ഞങ്ങളെ മർദ്ദിച്ചവർ, ഞങ്ങളെ അടിമകളാക്കിയവർ, ഇവരെയെല്ലാം കർത്താവേ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ശത്രുക്കളുടെ ദണ്ഡ് ഈ രാത്രിയിൽ നീ തകർത്തെറിയണമേ. കർത്താവേ, ഞങ്ങളെ ആര് അടിമകളാക്കിയോ അവരെ ഭരണം നടത്താൻ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ അധ്വാനത്തെ നഷ്ടപ്പെടുത്തിയവരുടെ മേൽ ഭരണം നടത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പ്രഹരിച്ചവരുടെ മേൽ ഭരണം നടത്താൻ കൃപ തരണമേ. എന്നാൽ ഞങ്ങളല്ല, ഞങ്ങളിൽ വസിക്കുന്ന എൻ്റെ കർത്താവായ ദൈവമാണ് ഞങ്ങൾക്ക് നേരെ ഉള്ള എല്ലാ പ്രശ്നങ്ങളെയും, ഞങ്ങൾക്ക് നേരെയുള്ള അടിമത്തങ്ങളെയും പ്രഹരങ്ങളെയും കെണികളെയും തകർത്തെറിയുന്നത് കർത്താവായ ദൈവമാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ
ശാന്തമായി വസിക്കും. നിന്നിൽ ഞങ്ങൾ ശാന്തമായിരിക്കും. നിന്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ ശാന്തമായി വസിക്കും. ഈ രാത്രിയിൽ കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുവിൻ്റെ കെണികളെയും തകർത്ത് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിൽ അനുഭവിച്ച് സുഖമായ ഉറക്കം ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണയോടെ നോക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ കാണണമേ. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാം മറന്ന്, എല്ലാ ദുഃഖവും വേദനയും നിരാശയും മറന്ന് നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്റെ കരം പിടിച്ച് സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എല്ലാ വേദനയും കഷ്ടതയും എടുത്തുമാറ്റി ഞങ്ങൾക്ക് നല്ലൊരു വിശ്രമം നൽകി ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകി കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് ഞങ്ങൾ വിജയശ്രീലാളിതരായി കിടന്നുറങ്ങാൻ സഹായിക്കണമേ. എന്തെന്നാൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ശത്രുക്കളെയും ഈ രാത്രിയിൽ അവരുടെ ദണ്ഡ് നീ തകർത്തെറിയുന്ന ആ സന്തോഷത്തിൽ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുന്നതിനും ആ സന്തോഷത്തോടെ ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് എല്ലാ സഹനങ്ങൾക്കും കർത്താവ് ഉത്തരം നൽകി എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ സഹായിക്കണമേ. ഈ രാത്രിയിൽ കർത്താവെ, ഉറക്കമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ. അവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഈ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലതുപോലെ പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഈ രാത്രിയിൽ രോഗികളായിരിക്കുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകി വേദനയില്ലാതെ അസ്വസ്ഥതയില്ലാതെ ഉറങ്ങാൻ കർത്താവെ നീ ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ. വിദൂരത്തും വിദേശത്തുമായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. കർത്താവെ, വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ വിസ കിട്ടാതെ അവിടുത്തെ ഗവൺമെന്റിന്റെ ശിക്ഷയിൽ കഴിയുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ രോഗികളായി പോയ ഈ മക്കളുടെ മേൽ കരുണ തോന്നി സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കളുടെ മുൻപിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നി ഇടപെടണമേ. അസാധ്യങ്ങളെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന വിഷയങ്ങളിൽ നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നിന്നിൽ പ്രത്യാശയർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കർത്താവെ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ഹൃദയത്തിൽ ശാന്തത നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറക്കം നൽകണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാളത്തെ ദിവസം നല്ലൊരു പ്രഭാതം കാണാൻ ഞങ്ങൾക്ക് കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തമായി അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ കർത്താവ് ഞങ്ങളുടെ ശത്രുക്കളെ തകർക്കുന്നതിന് വേണ്ടി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ ഉള്ള ആന്തരിക നയനങ്ങൾ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച് ശാന്തമായി ഉറങ്ങാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. നിങ്ങളുടെ ശത്രുക്കളെയെല്ലാം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഒന്നും ഭയപ്പെടാനില്ല. വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനിയുള്ളത്. അതിനാൽ ശാന്തമായി കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തോടൊന്നാകുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിനവും രാവും പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.